വർദ്ധിക്കുന്നേ രാജൻ വരവതോർക്കുമ്പോ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ഹല്ലേലൂയ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ യുദ്ധങ്ങൾ എതിർപ്പുകൾ ലോകത്തിലെങ്ങും കാണുന്നേ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ യുദ്ധങ്ങൾ എതിർപ്പുകൾ ലോകത്തിലെങ്ങും കാണുന്നേ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ഹല്ലേലൂയ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല വന്നിടും യേശുരാജൻ തന്നിടും പ്രതിഫലം തന്നോടെ മക്കൾക്കേവർക്കും കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല വന്നിടും യേശുരാജൻ തന്നിടും പ്രതിഫലം തന്നോടെ മക്കൾക്കേവർക്കും കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ഹല്ലേലൂയ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ശരീരം വിട്ടു ക്രിസ്തൻ സന്നിധി തന്നെ എത്തിയിടും ഞാനും വേഗത്തിൽ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ശരീരം വിട്ടു ക്രിസ്തൻ സന്നിധി തന്നെ എത്തിയിടും ഞാനും വേഗത്തിൽ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ഹല്ലേലൂയ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം. ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നതെങ്ങനെ? ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യം. മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ? ഇയ്യോബിൻ്റെ പുസ്തകം 25-ാം അധ്യായം 4-ാം വാക്യം. മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? മനുഷ്യൻ എങ്ങനെ നീതിമാനാകും? എങ്ങനെ നീതിമാനാകാൻ കഴിയും? വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാചീന ഗ്രന്ഥമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഉൽപ്പത്തി പുസ്തകമാണ് തിരുവചനത്തിൽ ആദ്യത്തെ പുസ്തകമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിലും കാലപരിഗണന നോക്കിയാൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണെന്നാണ് വേദപണ്ഡിതന്മാർ ചിലർ അഭിപ്രായപ്പെടുന്നത്. ഈ പുരാതനമായ ഗ്രന്ഥത്തിൽ കാതലായൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് ഈ പുസ്തകത്തിൽ തന്നെ 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. മർത്യൻ എങ്ങനെ നീതിമാനാകും? മനുഷ്യൻ എങ്ങനെ നീതിമാനാകും? മനുഷ്യൻ സ്വതവേ പാപിയാണല്ലോ. അവൻ എങ്ങനെങ്കിലും നീതിമാനാകാൻ സാധിക്കുമോ? അവൻ സ്വതവേ ഹൃദയം തിന്മ നിറഞ്ഞതാണല്ലോ.
അവൻ എന്തെങ്കിലും നീതിമാനായിത്തീരാൻ സാധിക്കുമോ? മർത്യൻ എങ്ങനെ നീതിമാനാകും? ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ എങ്ങനെ നീതിമാനാകും? മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? ഈ ചോദ്യത്തിൻ്റെ മറുപടി പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ കഴിഞ്ഞു, പോരാ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ ഈ ചോദ്യത്തിൻ്റെ മറുപടി നമുക്ക് കാണാം. എങ്ങനെ നീതിമാനാകും? ആ ചോദ്യത്തിൻ്റെ മറുപടി റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. എങ്ങനെയാണ് നീതിമാനാകുന്നത്? സൗജന്യമായി. എങ്ങനെ? ദൈവത്തിൻ്റെ കൃപയാൽ. അതിൻ്റെ മുഖാന്തരം എന്ത്? ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇവിടെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിർഭയത്വത്തിൻ്റെ ആധാരവും ഇവിടെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും രഹസ്യവും ഈ വാക്യത്തിൽ മറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഒരു നീതിപ്രവൃത്തിയും വേണ്ട, ഒരു മനോഗുണ പ്രവൃത്തിയും വേണ്ട, ഒരു പ്രാർത്ഥനയുടെ മേന്മ കൊണ്ടല്ല, ഏതെങ്കിലും ഉപവാസത്തിൻ്റെ മേന്മ കൊണ്ടല്ല, തീർത്ഥയാത്രകൾ കൊണ്ടല്ല. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ഏതെങ്കിലും പ്രയത്നം കൊണ്ടല്ല, അവൻ്റെ അധ്വാനം കൊണ്ടല്ല, അവൻ കൊടുക്കുന്ന ഏതെങ്കിലും കാഴ്ചകൾ കൊണ്ടല്ല, ഏതെങ്കിലും വഴിപാടുകൾ കൊണ്ടല്ല. സഹോദരങ്ങളെ, പിന്നെ എങ്ങനെയാണ് നീതിമാനാകുന്നത്? അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. താണുപോകുന്ന മനുഷ്യൻ, പെരുവെള്ളത്തിന് ആഴങ്ങളിലേക്ക് താണുപോകുന്ന മനുഷ്യൻ കൈകാലിട്ടടിക്കുകയാണ്. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്, പെരുവെള്ളം ഇങ്ങനെ കവിഞ്ഞൊഴുകി വരുന്നു, പാവം ആറ്റിൽ താഴുകയാണ്. ഏതാനും സമയം കഴിഞ്ഞു, ശക്തി ക്ഷയിച്ചു, കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല, ഒന്ന് നീന്താൻ പറ്റുന്നില്ല, കൈകാലുകൾ കുഴഞ്ഞു കഴിഞ്ഞു, താണു പോവുകയാണ്. ചിലപ്പോൾ പൊങ്ങി വരും. ആ മനുഷ്യനെ കരയിൽ നിന്നുകൊണ്ട് ഒരാൾ ഉപദേശിക്കുന്നെന്ന് വിചാരിക്കൂ. പണ്ട് സുന്ദർ സിംഗ് പറഞ്ഞതായ ഒരു ഉദാഹരണത്തിൻ്റെ ഒരു ഭാഗികമായ ഒരാശയമാണ് ഞാൻ ഈ പറയുന്നത്. സുന്ദർ സിംഗിൻ്റെ പ്രശസ്തങ്ങളായ പുസ്തകങ്ങളിൽ ആവർത്തിച്ച് കാണുന്നൊരു ഉദാഹരണമാണിത്. ആ മനുഷ്യനോട് കരയിൽ നിൽക്കുന്ന ചിലർ വിളിച്ചു പറയുന്നു, അയ്യോ, നീ അങ്ങനെയല്ല കൈ ചലിപ്പിക്കേണ്ടത്, കൈ ഒന്നുകൂടി ആഞ്ഞ് വീശിയെടുക്കൂ, കാലൊന്നുകൂടി നീട്ടിത്തുഴയൂ. പ്രയോജനമുണ്ടോ? ഉപദേശം കൊണ്ട് പ്രയോജനമുണ്ടോ? ആളുകളുടെ പ്രബോധനം കൊണ്ട് പ്രയോജനമുണ്ടോ? നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, കാല് നീട്ടുന്നത് പോരാ, കൈ വലിക്കുന്നത് പോരാ, നല്ല ശക്തിയായി തുഴയൂ. പ്രയോജനമില്ല. എന്ത് പ്രയോജനം ചെയ്യും? ഒരു മനുഷ്യൻ ചാടി പെരുവെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി, പെരുവെള്ളത്തിൽ ചാടിച്ചെന്ന് കുതിച്ച് നീന്തിച്ചെന്ന് ഈ താണുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ കൈത്തണ്ടിൽ കോരിയെടുത്തു. അവനെയും കൈത്തണ്ടിൽ വഹിച്ചുകൊണ്ട് തുഴഞ്ഞ് കരയ്ക്കടുപ്പിച്ചു, കരയിൽ കൊണ്ടുവന്ന് രക്ഷ ചെയ്തു. താണുപോകുന്ന മനുഷ്യന് ഒരു വീണ്ടെടുപ്പുകാരൻ കൂടിയേ കഴിയൂ. വീണുപോയ മനുഷ്യന്, അധപതിച്ചു പോയ മനുഷ്യന്, അഗാധതയിലേക്ക് താണുകൊണ്ടിരിക്കുന്ന മനുഷ്യന്, അവന് ഒരു രക്ഷകൻ കൂടിയേ കഴിയൂ. അവൻ്റെ പ്രയത്നം കൊണ്ട് സാധ്യമല്ല, ആരുടെയും ഉപദേശ സംഹിത കൊണ്ട് സാധ്യമല്ല, താത്വിക അവബോധം കൊണ്ട് സാധ്യമല്ല, തത്വചിന്താമേതുരമായ ആശയപ്രകർഷം നൽകിയതുകൊണ്ടും സാധ്യമല്ല. എന്താണ് വേണ്ടത്? അവന് വേണ്ടത് ഒരു രക്ഷകനെയാണ്. അതാണ് ക്രൂശിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ദാവീദിനതാണ് കിട്ടിയത്. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ദൈവത്തെ നീതിയായി കണ്ടു, ദൈവം എൻ്റെ നീതിയായി കണ്ടു. ദൈവം നീതികെട്ടവനായ എൻ്റെ സ്ഥാനത്ത് നീതിമാനായ ദൈവം എൻ്റെ നീതികേട് മുഴുവൻ ഏറ്റെടുത്തിട്ട് എന്നെ നീതിമാനെന്ന് മുദ്രകുത്തി തന്നു.
എന്നിലുള്ളതായ പാപത്തിൻ്റെ വിഷം മുഴുവൻ ദൈവം ഏറ്റെടുത്തിട്ട് അവൻ്റെ വിശുദ്ധി മുഴുവനും എൻ്റെ മേൽ പകർന്നു തന്നു. ഇത് വിശ്വാസത്താൽ അനുഭവമാകുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ മർമ്മം നമുക്കൊന്ന് അറിയാനിടയായാൽ ഭാഗ്യമാണ്, ഒന്ന് വിശ്വസിക്കാനിടയായാൽ ഭാഗ്യമാണ്. നാം ആരും നീതിമാന്മാരല്ല, നാം ആരും തികഞ്ഞവരല്ല, നാം ആരും ഒരു കാര്യത്തിലും പൂർണ്ണരല്ല. പാകപ്പഴയുള്ള മനുഷ്യൻ, ബലഹീനതയുള്ള മനുഷ്യൻ, പാപപ്രവണതയുള്ള മനുഷ്യൻ, പാപത്തിലേക്ക് ചായ്വുള്ള മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നാം പാപത്തിൻ്റെ പ്രവൃത്തി വരാതിരിക്കുമ്പോഴും നാം പാപികളാണ്. പാപത്തിൻ്റെ വാക്ക് വരാത്തപ്പോഴും നാം പാപികളാണ്. പാപത്തിൻ്റെ ചിന്ത വരാത്തപ്പോഴും നാം പാപികളാണ്. പാപം ചെയ്തതുകൊണ്ടല്ല നാം പാപികളായത്, നാം പാപികളായതുകൊണ്ട് പാപം ചെയ്തു പോവുകയാണ്. പാപം അതിൻ്റെ വാക്ക് വന്നതുകൊണ്ടല്ല നാം പാപിയായത്, നാം പാപി ആയതുകൊണ്ട് പാപത്തിൻ്റെ വാക്ക് വരുന്നു എന്ന് മാത്രം. നാം പാപത്തിൻ്റെ ചിന്ത ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ പുലർത്തിയതുകൊണ്ടല്ല പാപിയായത്, നാം പാപി ആയതുകൊണ്ട് പാപത്തിൻ്റെ ചിന്ത വരുന്നു. മനുഷ്യൻ അവൻ സിൻ കോൺസ്റ്റിറ്റ്യൂട്ടഡാണ്, അവൻ പാപത്തിൽ പിറന്നവനാണ്, അവൻ പാപത്തിൽ നിർമ്മിക്കപ്പെട്ടവനാണ്, പാപപ്രകൃതിയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് അപ്പോസ്തലൻ പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്തു. നിത്യനായ ദൈവം സങ്കടഭാരത്തോടെ മനുഷ്യനെ നോക്കിക്കൊണ്ട് കരഞ്ഞു പറഞ്ഞു. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളാതൻ്റെ ഉടയവനെയും കഴുതാതിൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു, പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? നിങ്ങളധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശവിപ്പിച്ചിട്ട് പോലുമില്ല. ആ സകലം വ്രണം ബാധിച്ച കുഷ്ഠരോഗം ബാധിച്ചൊരു മനുഷ്യനെ പോലെ ആന്തരികമായി കുഷ്ഠരോഗം ബാധിച്ച് പാപത്തിൻ്റെ ഭീകരമായ ഭയാനകമായ കെടുതിയിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യനെ നോക്കി ജീവനുള്ള ദൈവം കരയുകയാണ്. ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് നിത്യനായ ദൈവം പറയുന്നു, ആകാശമേ നീ ഒന്ന് കേൾക്ക്, ഭൂമിയെ നീ ഒന്ന് ചെവി തരൂ. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ വേദന. യെശയ്യാ പ്രവാചകൻ ആ വേദന അങ്ങനെ പ്രകടമാക്കി പറഞ്ഞെങ്കിൽ യിരെമ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത് എന്തെന്ന് നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകൻ ജീവനുള്ള ദൈവത്തിൻ്റെ സങ്കടം, ഞാനത് സഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ദൈവം കരയുന്നതായ സങ്കടം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 10-ാം അധ്യായം 19-ാം വാക്യം മുതൽ, എൻ്റെ പരുക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം, എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു, എങ്കിലും ഞാൻ അതെൻ്റെ ദീനം, ഞാനത് സഹിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു. എൻ്റെ കൂടാരം കവർച്ചയായിപ്പോയി, ഞാൻ പാർത്തിരുന്ന എൻ്റെ കൂടാരമായ മനുഷ്യൻ ഇതാ ശത്രുവായ പൈശാചികൻ കവർച്ച ചെയ്തുകൊണ്ട് പോകുന്ന ഭയാനകമായ സ്ഥിതിയിലായിപ്പോയി. എൻ്റെ കൂടാരം കവർച്ചയായിപ്പോയി, എൻ്റെ കയറൊക്കെയും അറ്റിരിക്കുന്നു. എനിക്ക് മനുഷ്യൻ്റെ മേൽ സ്നേഹത്തിൻ്റെ ഒരു ബന്ധമുണ്ടായിരുന്നു, ആ സ്നേഹത്തിൻ്റെ കയർ അറ്റുപോയിരിക്കുന്നു. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. അപ്പൻ കരയുകയാണ്. മക്കൾ വിട്ടുപോയതിൽ കരയുന്ന നൊന്ത് കേഴുന്ന പിതാവിൻ്റെ വേദന നിറഞ്ഞതായ സ്വരമാണ് ഇവിടെ മുഴങ്ങുന്നത്. എൻ്റെ കയറൊക്കെയും അറ്റിരിക്കുന്നു, എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി, അവർ ഇല്ലാതായിരിക്കുന്നു. ഇനി എൻ്റെ കൂടാരമടിപ്പാനും തിരശ്ശീല നിവർക്കാനും ആരുമില്ല. എൻ്റെ കൂടാരമടിക്കാൻ എനിക്ക് ആരുമില്ല, തിരശ്ശീല നിവർക്കാൻ എനിക്ക് ആരുമില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ നോക്കിയുള്ളതായ നിത്യപിതാവിൻ്റെ ഹൃദയം നൊന്ത കരച്ചിലാണ് നാം കേൾക്കുന്നത്. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു, മൃഗങ്ങളെ പോലെ ആയിത്തീർന്നു. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു. മാത്രമോ യഹോവയെ അന്വേഷിക്കുന്നില്ല. ജനത്തെ നടത്താൻ നിയമിക്കപ്പെട്ടവർ മൃഗീയ സ്വഭാവമുള്ളവരായി മാറിയിരിക്കുന്നു. ജനത്തെ നടത്തേണ്ടവരാണ്, ഉപദേശിക്കേണ്ടവരാണ്, അവർ ദൈവവചനം പറയുന്നവരാണ്. പക്ഷേ മൃഗീയ വാസനകൾ വിട്ടിട്ടില്ല. ഇടയന്മാർ മൃഗപ്രായരായി പോയിരിക്കുന്നു. സ്വന്തം കാര്യം, സ്വന്തം പണം,
സ്വന്തം പേര്, സ്വന്തം പെരുമ, സ്വന്തം സ്ഥാനം, സ്വന്തം മാനം, സ്വന്തം ശുശ്രൂഷ, സ്വന്തം ആത്മീയം, സ്വന്തമായി ചിലത് കെട്ടിപ്പടുത്തുകൊണ്ട് മൃഗീയ വാസനകളുടെ ഉടമകളായി ഇടയന്മാർ അധപ്പതിച്ചു പോയിരിക്കുന്നു. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു. യഹോവയെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥരായില്ല. അവരുടെ ആട്ടിൻകൂട്ടമൊക്കെ ചിതറിപ്പോയി. ആട്ടിൻകൂട്ടം ചിതറിപ്പോയി. ഇന്ന് ചിതറിപ്പോയ ആട്ടിൻകൂട്ടം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയും, അവരിണയില്ലാത്ത ആടുകളെപ്പോലെ ചിന്നിയവരും കുഴഞ്ഞവരുമായി കണ്ടിട്ട് കർത്താവിൻ്റെ മനസ്സലിഞ്ഞുവെന്ന്. ഇടയില്ലാത്ത ആടുകളെപ്പോലെ ചിന്നിപ്പോയ സമൂഹങ്ങൾ, ദൈവത്തെ അന്വേഷിക്കാത്ത സമൂഹങ്ങൾ, ദൈവം ആരെന്നറിയാത്ത സമൂഹങ്ങൾ, ദൈവത്തെ തിരിച്ചറിയാത്ത സമൂഹങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ജീവനുള്ള ദൈവത്തിൻ്റെ വേദന അത് നാം ഉൾക്കൊണ്ടാൽ നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ടും സമാധാനം കൊണ്ടും ശാന്തി കൊണ്ടും നിറയും. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വന്നാൽ, ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിന് നമ്മിൽ പ്രസാദം ഉണ്ടാകത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ ഒന്ന് നേരെയാക്കിയാൽ ദൈവം പ്രസാദിക്കുമെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഉള്ളം തണുക്കും. ദൈവം സമാധാനപുത്രൻ എന്ന് നമ്മെ വിളിക്കും. ഇവൻ എൻ്റെ ആശ്വാസപുത്രൻ, ഇവൻ എൻ്റെ സമാധാനപുത്രൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാർക്കെങ്കിലും കൊതിയുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. നിങ്ങൾക്കാർക്കെങ്കിലും അതിനുവേണ്ടിയുള്ളതായ അത്യധികമായ വാഞ്ചയുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു ആശ്വാസപുത്രനായി ഈ ഭൂമിയിൽ നിൽക്കുക. ചുരുങ്ങിയൊരു കാലമല്ലേ കർത്താവെ നീ എനിക്ക് തന്നിരിക്കുന്നത്? ചുരുങ്ങിയൊരു കാലയളവ്, ഒരു ചെറിയൊരു ആയുസ്. കർത്താവെ, ഈ ആയുസ്സിൽ ഉള്ള കാലം നിൻ്റെ ഒരു ആശ്വാസപുത്രനായി എനിക്ക് ഈ ഭൂമിയിൽ നിൽക്കണം. നിൻ്റെ ഒരു സമാധാനപുത്രിയായി എനിക്ക് ഈ ഭൂമിയിൽ നിൽക്കണം. കർത്താവെ, നിൻ്റെ ഉള്ളം തണുപ്പിക്കുന്ന നിൻ്റെ ഒരു പ്രിയനും വ്രതനുമായി എനിക്ക് ഈ ഭൂമിയിൽ നിൽക്കണം. നിൻ്റെ ഉള്ളം തണുപ്പിക്കുന്ന നിൻ്റെ ഒരു ദാസനായി എനിക്ക് ഈ ഭൂമിയിൽ നിൽക്കണം. ആഗ്രഹം നല്ലതാണ് മകനെ, അതിന് നീ വില കൊടുക്കാൻ തയ്യാറാകണം. നിൻ്റെ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. നിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൈവിടിയാൻ തയ്യാറാകണം. നിത്യതയുടെ ശോഭനമായ തീരത്ത് നിനക്ക് അണയണമെങ്കിൽ, നിത്യ സൗഭാഗ്യത്തിൻ്റെ അതിരിങ്കൽ നിനക്ക് എത്തണമെങ്കിൽ, ദൈവപൈതലേ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പുതുജീവിതം നീ കെട്ടിപ്പടുക്കണം. ദൈവകരങ്ങളിലേക്ക് നിന്നെ തന്നെ നീ ഏൽപ്പിക്കണം. വിശ്വാസത്താലുള്ള നീതീകരണം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. നാം വായിക്കുന്നത് അങ്ങനെയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ശവക്കുഴി തുറന്നാൽ ദുർഗന്ധം വമിക്കുന്നത് പോലെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദുർഗന്ധമുള്ളവ. വായിൽ നിന്ന് വരുന്നതായ മദ്യത്തിൻ്റെ ദുർഗന്ധം അത് മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്നതാണ്. വായിൽ നിന്ന് വരുന്നതായ പുകവലിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ ആ ദുർഗന്ധം മറ്റുള്ളവർക്ക് നാശം വരുത്തുന്നതാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. ചതിവിൻ്റെ വാക്കുകൾ, വഞ്ചനയുടെ വാക്കുകൾ നാവിൽ വരുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. പാമ്പിൻ വിഷം അധരങ്ങൾക്ക് കീഴെ വെച്ചുകൊണ്ട് പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് അപകടം വരുത്തുന്ന വാക്കുകളാണ് നാവിൽ നിന്ന് വരുന്നത്. മറ്റുള്ളവരെ കൊല്ലുന്ന വാക്കുകളാണ് നാവിൽ നിന്ന് വരുന്നത്. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. വായിൽ ശാപം, വായിൽ കയ്പ്, ശപിക്കുന്ന വാക്കുകൾ, പ്രാകുന്ന വാക്കുകൾ, മറ്റുള്ളവരെ ദുഷിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരുടെ വിലകെടുത്തുന്ന വാക്കുകൾ, മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന വാക്കുകൾ, മറ്റുള്ളവരെ നിരൂപണം ചെയ്യുന്ന വാക്കുകൾ, മറ്റുള്ളവരെ വിമർശിക്കുന്ന വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, വാവിഷ്ഠാണമെന്ന് പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ പറയും. വാവിഷ്ഠാണം, റിവൈലിംഗ്, വാവിഷ്ഠാണം, പരദൂഷണം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. മറ്റുള്ളവർ ഉപദ്രവിക്കാൻ മടിയില്ല. രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ഈ ആശയം തന്നെ അവിടെ കാണാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 1 മുതൽ 8 വരെ വായിക്കുമ്പോഴും ഈ ആശയം തന്നെ അവിടെ കാണാം. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, ഭക്തിമാൻ ഭൂമിയിൽ നശിച്ചുപോയി, മനുഷ്യരിടയിൽ നേരുള്ളവൻ ആരുമില്ല, അവരൊക്കെയും രക്തത്തിനായി പതിയിരിക്കുന്നു.
ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരനെ വല വെച്ച് പിടിപ്പാൻ നോക്കുന്നു. ജാഗ്രതയോട് ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. പ്രഭു പ്രതിഫലം ചോദിക്കുന്നു, ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു. മഹാൻ തൻ്റെ മനസ്സിലെ ദുരാഗ്രഹം പ്രസ്താവിക്കുന്നു. ഇങ്ങനെ അവർ പിരിമുറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം വിശദമായി ചിന്തിക്കേണ്ട വാക്കുകളാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യൻ്റെ ഹീനമായ ഹൃദയത്തിൻ്റെ അവസ്ഥ സ്വർഗത്തിലെ ദൈവം വരച്ച് കാണിക്കുകയാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ പാപത്തിൻ്റെ ഭീകരമായ അവസ്ഥ കർത്താവ് കാണിച്ചു തരികയാണ്. യെശയ്യാ പ്രവചനം 59 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോഴും ഇത് തന്നെയാണ് നാം കാണുന്നത്. യെശയ്യാ പ്രവചനം 59 അധ്യായത്തിൻ്റെ 1 വാക്യം മുതൽ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. 3 വാക്യം മുതൽ, നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതിയോട് ജപിക്കുന്നു. ഒരുത്തരും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തരും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അവർ അണലിമുട്ട പൊരുന്നുകയും ചിലന്നി വല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും. പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല. അവരുടെ പണി അവർക്ക് പുതപ്പാകുകയുമില്ല. അവരുടെ പ്രവൃത്തികൾ നീതികെട്ട പ്രവൃത്തികൾ, സാഹസകർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിൻ്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്നവൻ ഒരുത്തനും സമാധാനം അറിയുകയില്ല. ദൈവജനമേ, സമാധാനം പോയത് എന്തുകൊണ്ട്? നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം പോയത് എന്തുകൊണ്ട്? നിങ്ങളുടെ കുടുംബത്തിലെ ശാന്തി നശിച്ചത് എന്തുകൊണ്ട്? പാപം ജീവിതത്തിലേക്ക് കടന്നു വന്നു. മനുഷ്യൻ പാപിയായി തീർന്നു. ഞാൻ പാപത്തിൽ വീണുപോയി, എന്നാൽ എനിക്ക് സ്വന്തമായി രക്ഷപ്പെടാൻ സാധ്യമല്ല. അതിനാണ് നീതിമാനും പരിശുദ്ധനുമായവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എൻ്റെ പാപം അവൻ വഹിച്ചു. മകനെ, നിൻ്റെ പാപം അവൻ വഹിച്ചു. അവൻ ക്രൂസിൽ പാപത്തിന് ശിക്ഷ ഏറ്റു. അവൻ പാപം ചെയ്തിട്ടല്ലല്ലോ, അവനിൽ പാപമില്ലല്ലോ. കുറ്റമില്ലാത്ത രക്തം ചിന്തി. ആ വാക്ക് പറയാൻ ഞാൻ കൊതി പൂണ്ട് നിൽക്കുകയാണ്. കുറ്റമില്ലാത്ത രക്തം ചിന്തി. ഒരു പാപവും ചെയ്യാത്ത ദൈവപുത്രൻ എൻ്റെ പാപം വഹിച്ചു. സ്നേഹിതരെ, നിങ്ങളുടെ പാപം വഹിച്ചു. നീതികെട്ടവനെ നീതിമാനെന്ന് മുദ്രകുത്തി തന്നു. നീതിയായി അവൻ നിന്നു. എൻ്റെ നീതി, എൻ്റെ നീതീകരണം, എൻ്റെ ശുദ്ധീകരണം, എൻ്റെ വീണ്ടെടുപ്പ്. അവൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും നീതിയും വീണ്ടെടുപ്പും ശുദ്ധീകരണവുമായി തീർന്നു എന്ന് കോരിന്ത് ലേഖനം 1 അധ്യായത്തിലെ അപ്പോസ്തലൻ പറയും. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ശുദ്ധീകരണം, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ നീതീകരണം, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ്. ക്രിസ്തു നമുക്ക് വേണ്ടി നീതിയായി തീർന്നു. നീതികെട്ടവനായി എനിക്ക് വേണ്ടി ക്രിസ്തു നീതിമാനായി ഇടനില നിന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ഒരാൾ കോടതിയിൽ നിൽക്കുകയാണ്, പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. കുറ്റം തെളിഞ്ഞു. ജഡ്ജിയെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. വക്കീൽ നല്ലതുപോലെ വാദിച്ചു. എല്ലാം ക്ലിയറായിട്ട് തെളിഞ്ഞു, നല്ലതുപോലെ തെളിഞ്ഞു. ഇനി അവനെ പഴുതില്ല. ജഡ്ജി വിധിച്ചു, ഇവനെ കുറ്റക്കാരനെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവൻ്റെ കുറ്റം സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. പ്രതി ഞെട്ടലോടെ നിൽക്കുകയാണ്, പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അയ്യോ, വലിയ ശിക്ഷ വരും. തൂക്കിക്കൊല്ലാനാണോ അതോ ജീവപര്യന്ത തടവാണോ? ഭയാക്രാന്തനായി നിൽക്കുകയാണ്, ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഇവൻ്റെ കുറ്റം സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. വീണ്ടും ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, എങ്കിലും ഇവനെ വെറുതെ വിട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് നീതീകരണം. കുറ്റം തെളിഞ്ഞു, പക്ഷേ വെറുതെ വിടുന്നു. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ കുറ്റവാളിയായി തെളിഞ്ഞവനാണ്. എനിക്ക് നീതി പറയാനൊന്നുമില്ല, ന്യായം പറയാനൊന്നുമില്ല. എൻ്റെ ചിന്തകൾ ചൊവ്വല്ല, എൻ്റെ ആഗ്രഹങ്ങൾ നേരല്ല, ശരിയായ ചിന്തകളല്ല, ശരിയായ ആഗ്രഹങ്ങളല്ല, മാന്യമായ ആലോചനകളല്ല, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ ചിന്തകൾ എൻ്റെ ഉള്ളിലുള്ളത്. ആരെങ്കിലും കേട്ടാൽ എന്നെ വിട്ട് മാറിപ്പോകുന്ന തരത്തിലുള്ളതായ ഹീനമായ ആഗ്രഹങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ ഉപഗൂഹനം ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഒളിഞ്ഞിരിക്കുന്നത്. കർത്താവേ, മനസ്സലിയണം. എനിക്ക് സ്വന്തമായി നീതീകരണമില്ല, സ്വന്തമായി ഒരു ന്യായവും പറയാനില്ല. ഞാൻ കുറ്റവാളിയാണ്. എന്നാൽ നാഥ, ഞാനൊന്ന് വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ കുറ്റമില്ലാത്ത രക്തം ചിന്തിയത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
യേശുവേ, നിന്റെ തിരരക്തം ചിന്തിയത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷ എനിക്ക് വേണ്ടി നീ ഏറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ അവിടുന്ന് ശിക്ഷ ഏറ്റെടുത്തു ഞാൻ വിശ്വസിക്കുന്നു. എന്നെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, നിത്യമരണത്തിൽ നിന്ന് എനിക്ക് മോചനം തരാൻ അവിടുന്ന് ക്രൂസിൽ മരണം രുചി നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നരകഭീകര ദുരിതം എനിക്ക് ഒഴിവാക്കി തരാൻ നരകവേദന അവിടുന്ന് ഏറ്റെടുത്തു ഞാൻ വിശ്വസിക്കുന്നു. നാഥ, അത് വിശ്വസിക്കുന്നതുകൊണ്ട് ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. യേശുവേ, കുരിശിൽ എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവേ, അവിടുത്തെ അത്ഭുത കൃപയാൽ നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് പുലരണമേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് ജീവിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നിൽക്കണമേ, എൻ്റെ ഹൃദയത്തിൽ സിംഹാസനസ്ഥനായി വാഴണമേ, എന്നെ ഭരിക്കണമേ. പാപം ചെയ്ത എൻ്റെ അവയവങ്ങളെ അവിടുത്തെ അവയവങ്ങളാക്കി മാറ്റണമേ. പാപത്തിന് വിട്ടുകൊടുത്ത എൻ്റെ ശരീരത്തെ അവിടുത്തെ തിരുശരീരമാക്കി മാറ്റണമേ. പാപത്തിന് വേണ്ടി ആഗ്രഹിച്ചതായ എൻ്റെ ഹൃദയത്തെ അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ ആ അത്ഭുത സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. നാഥ, നീ എന്നെ വീണ്ടെടുക്കണമേ. എൻ്റെ നീതിയായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം വരലണമേ. ദൈവമക്കളെ, നമുക്ക് സമർപ്പിക്കാം. ഭാവി യേശുവിനെ ഏൽപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് നമ്മുടെ ഭാവി ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. എൻ്റെ നാഥ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, അൻപുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ നല്ല സമയം അവിടുത്തെ സ്വർഗീയ നീതിയെക്കുറിച്ച് ഞങ്ങളോട് കനിവോടെ സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നീതി കെട്ടവരെ നീതിമാനെന്ന് മുദ്ര കുത്തുന്ന നിസ്തുല സ്നേഹം ക്രൂശിൽ കാണിച്ച ആ അത്ഭുത കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ടവരുടെ ശിരസിന്മേൽ അവിടുത്തെ ആണിപ്പാടുള്ള കരം ഇപ്പോൾ വെക്കണമേ. കർത്താവേ, നാഥ, നീതിയായ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ. ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ, രോഗബാധ മാറുവന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഭൂതബാധ മാറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ജീവിതത്തിലെ കെടുതികൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കരുണയുള്ള കർത്താവേ, കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും ദുരിതങ്ങളും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കടബാധ്യതകൾ നീങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അതിനുള്ള പ്രാഗൽഭ്യം ഈ നിന്റെ പ്രിയമക്കൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതിനായി ഇപ്പോൾ സ്വർഗീയ നീതി ഓരോരുത്തരുടെയും നെറ്റിയിൽ തിരുരക്തത്തിന്റെ മുദ്രയായി പതിയണമേ. സ്വർഗത്തിന്റെ നീതി പതിയണമേ കർത്താവേ. എല്ലാവരെയും തലോടണമേ കർത്താവേ. പുതിയ സൃഷ്ടിയാകുവാനുള്ള വാഞ്ച നൽകണമേ കർത്താവേ. പുതിയ ജീവിതം നയിക്കുവാനുള്ള താല്പര്യം നൽകണമേ കർത്താവേ. എല്ലാവരെയും തലോടണമേ. എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ. എല്ലാവരിൽ നിന്നും ഭൂതബാധകൾ മാറ്റണമേ. എല്ലാവർക്കും രോഗസൗഖ്യം നൽകണമേ. എല്ലാ കുടുംബങ്ങൾക്കും സമാധാനം അയക്കണമേ. കുടുംബശാന്തി അയക്കണമേ. എപ്പേർപ്പെട്ടവരെയും വാഴ്ത്തണമേ. തിരുക്രമയിൽ നയിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ.